എന്തല്ല സുഷമേ? എൻ്റെ മോളെ, ആ തോട്ടിലെതയില്ലാത്ത കല്ലും നിലക്കിരു നടു പൊട്ടിപ്പോയി. ഇന്നലെ ആസ്പത്രിയിൽ പോയിട്ട് വന്നതാ. അത് ഇന്നലെ ആരോ പറഞ്ഞിരിക്കും മോളെ. പിന്നെ നമ്മൾ കുറേ ആയില്ലേ കാണാത്ത? നമ്മൾ കുറേ ആയി കാണാത്ത. എങ്ങനെ കാണുവാനാ? ഇപ്പം എല്ലാ ദിവസവും തൊഴിലുറപ്പാ. വൈകുന്നേരം പിന്നെ ഒന്നിനും നേരമില്ല. കൊണ്ടെന്താ ഈ നാട്ടിലെല്ലാ കാര്യങ്ങളും ഞാളിങ്ങനെ അറിയുന്നുണ്ടേ. അല്ലേ നമ്മളെ ഇന്നലെ ഇഞ്ചാടാ ഭയങ്കര ഒരു കൂറ്റി കേട്ടെ. സതീശേട്ട ഇന്നലെ കുടിച്ചിട്ടാ വന്നേ. ഇനി എടുക്കാതെ പിന്നെന്താ എൻ്റെ മോളെ, ഇപ്പം എല്ലാ ദിവസവും കുടിച്ചിട്ടാ വരും. മൂപ്പരെ കൊണ്ടൊരു രക്ഷയില്ല. അതല്ല എൻ്റെ സുരേഷാട്ടെ, കുടിക്കുകയില്ല വലിക്കുകയില്ല. ദിവസം പണിക്കും പോവും. എന്നെ മക്കളെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. അതാ എൻ്റെ ഒരു ഭാഗ്യം. ഇനി അത് പറഞ്ഞേരെ എനിക്ക് ഓർമ്മ വന്നെ. ഇഞ്ച സുരേഷ് ചേട്ടനും അങ്ങോട്ടല്ല പ്രീതി അങ്ങയുടെ കുറേ നേരം വർത്താനം പറയുന്നിട്ടുണ്ടല്ലോ. ഓലിക്കെന്ന് ആരും ഇല്ലാത്തടത്ത് ഇങ്ങനെ പറയേ. ഞാനൊന്നും ഇങ്ങനെ തുമ്മി തിരിഞ്ഞ് നോക്കുന്ന നേരം കൊണ്ട് ഓല് പിന്നെ ആ പ്രദേശത്തെ കണ്ടിട്ടില്ല. ഞാൻ അനാവശ്യം പറയാറേ? അനാവശ്യ ഓലാവശ്യം, എനിക്ക് അനാവശ്യമായിരിക്കൂ. എന്റെ ഭർത്താവ് ഒറ്റ കാരണം എന്നെ പോലീസ് പിടിച്ചേ. ഓനോട് ഇനി എന്റെ കൺവെട്ടത്ത് വരണമെന്ന് പറഞ്ഞേ കേട്ടുക. ഓനെവിടെയുള്ളേ? കൊറേ നേരമായി ഞാൻ ഓനെ നോക്കി നടക്കുന്നു. ഓറ് പറഞ്ഞത് കേട്ടിക്കില്ല. പറഞ്ഞാലോട്ട് ചെയ്യുന്നതാ കരിപ്പടി രാജേട്ടെ. ഇനി ഓനോടങ്ങ് പറഞ്ഞേക്ക്. എന്നാ ഞാൻ പോട്ടെ. ഇതെല്ലാം അറിയിട്ടിട്ട് എന്താ? ഇതെല്ലാം ഉടുക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവോ? അല്ലാടി നീ അങ്ങനെ പറഞ്ഞേ? അല്ലാന്ന് നിങ്ങൾ ദിവസം കുടിച്ചിട്ട് വരുന്നേ. നിങ്ങൾ ദിവസം ഒരു കുപ്പി വാങ്ങുന്ന പൈസ പോലെ ആഴ്ചക്ക് എനിക്ക് ആ കുടുംബശ്രീയിൽ ലോൺ അടക്കുവേ. നിങ്ങൾ എന്തെല്ലാം പഞ്ചാര വർത്താനം പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് കുടുംബശ്രീയിൽ ലോൺ എടുപ്പിച്ചേ. ഇപ്പം എനിക്ക് കുടുംബശ്രീ പോവാ, ലോൺ അടക്കുന്നില്ല എന്ന് മറ്റേ എല്ലാ പെണ്ണുങ്ങളും എന്നെ എല്ലാ ആഴ്ചയും പറയല്ലേ. നിങ്ങൾക്ക് ഇടുന്ന പൈസ ഉണ്ടാകുന്നേ. നിങ്ങൾക്ക് കുപ്പി വാങ്ങണം, കുറേ ലോട്ടറി എടുക്കണം. പിന്നെ ഇടുന്ന അതിൽ പൈസ ഉണ്ടാകുന്നത് നിങ്ങളതാ കരിപ്പടി രാജൻ നോക്കി അടക്കുന്നത്. നിങ്ങൾ ഇതിനാ വേണ്ടാത്ത കാര്യങ്ങൾ തലയിട്ടേ. കരിപ്പടി രാജനല്ല അവൻ്റെ നീ ബേജാറാണ്ടടി. അതൊരു പ്രശ്നമല്ല. ഓൻ നിന്റെ രോമം പോലും തൊടുകടി. നീ ബേജാറാണ്ട കേട്ടാ. വാ ഒന്ന് പോടാ. വന്ന് പിള്ളേർക്ക് വരെ ഗുണ്ടകളെ വിലയില്ലാണ്ടായി. ഇനി എങ്ങനെ ജീവിക്കും എന്റെ പഠിച്ചോനെ? രാവിലെ ഇങ്ങനെ ആടുന്നേ പറ്റിയേ? ഞാൻ കരിപ്പടി രാജൻ നോക്കി നിൽക്കുന്നടാ. കരിപ്പടി രാജ എൻ്റെ പുറേ കാര്യത്തിൽ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഓനെ ഒന്ന് പിടിക്കണം. അതിന് നിന്നാ അതിലൂടെ ഇപ്പം പോവും. ഇന്ത്യയോട് ഞാനും ഉണ്ട്. കുറേ കാലമായി ഇവിടുന്ന് ബേലസന്ന്. പിള്ളേർക്കും പോയിക്കൂടെ, ആർക്കും പോയിക്കൂടെ, റോഡ് മരുന്നു. ഇന്ന് എന്തായാലും മുഖം താർത്തണം. കുത്തി അങ്ങ് മാറ്റി കളി. നമുക്ക് ഒരു പ്രശ്നമില്ല. കുത്തി അങ്ങ് മാറ്റി കളിയാ. ഇപ്പം വേറുന്നുണ്ട്. ജയിലിൽ പോയാലും നല്ല കൂലിയുണ്ട്, നല്ല തുക, നല്ല പൈസയിൽ എത്തിരിയാ കൂട്ടിയേ. ഒന്നും പഠിക്കണ്ട, പോരുമ്പോ നല്ല പൈസ ഉണ്ടാവും. പിന്നെ നമുക്ക് നോക്കാനാ വരട്ടെ. ഓനെ പിടിക്കുക. വരുന്നേ കളിക്കാരെ കേട്ടാ. എന്റെ ഓളം ഭീഷണിപ്പെടുത്തടാ. ആര്? ഇനി എന്റെ ഓളം ഭീഷണിപ്പെടുത്തടാ. അയ്യോ, ഞാനങ്ങളെ കണ്ടിട്ടില്ല അല്ലേ? ഇല്ലെന്നേ. എന്താടാ പറഞ്ഞേ? ഇനി എന്നാടാ ഓളോട് പറഞ്ഞേ? എന്തെന്നാ പറഞ്ഞേ? അതല്ല, ആളുകൾ വെറുതെ പറയുന്നതാണ്. എനിക്കെന്താ ഭീഷ? എനിക്കെന്തിനാടാ ഭീഷ? പോടാ പോട്ടെ. എന്റെ മർമ്മത്തുകാരി പിടിച്ചത് കൊണ്ടാ എല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുവേനു.